നീ ആ തന്തയ്ക്ക് ഉണ്ടായല്ല, നീ ഉണ്ടായതാ. നീ വീഡിയോ നടക്കുന്നത്. നീ എവിടെ ഉള്ളത്? ഞാൻ എറണാകുളത്തുണ്ട്. നിന്റെ അവള് വിചാരിച്ചിട്ട് പുല്ലും ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇനി നിന്റെ അളിയനാവാന്ന് പറഞ്ഞ് നിൽക്കുന്നവനുണ്ടല്ലോ, അവനും വിചാരിച്ചിട്ട് പുല്ലും ചെയ്യാൻ പറ്റത്തില്ല തൽക്കാലം. എവിടാ ഉള്ളത്? ഞാൻ വരുവാ അങ്ങോട്ട്. നീ വാ. നീ എന്നടാ നായേ, നീ എണ്ണ. നിന്റെ തന്തയിന്ന് ഓത്ത ദിവസമില്ലേ നിന്നെ? നീ എണ്ണ. പിന്നെ ഈ ആങ്ങളെ സംസാരിക്കുന്നതിനിടെ കൂടി തെറി പറയുന്നതിനിടെ കൂടി ശ്രീനാദേവിയും പച്ചത്തെറി തന്നെയാണ് പറയുന്നത്. ആ സ്ത്രീയുടെ ശബ്ദം എന്ന് പറയുന്നത് ശ്രീനാദേവിയുടെ ശബ്ദമാണ്. ഇവര് ഇങ്ങനെ പച്ചത്തെറി പറയുന്ന ഒരാളെ എന്ത് യോഗ്യതയുടെ പുറത്തേക്കാണ് കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എനിക്ക് മനസ്സിലാവാത്തത്. ദ ജേർണലിസ്റ്റിലേക്ക് പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ രാജൻ ജോസഫിനെതിരെ വലിയ ഭീഷണികളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തതിൻ്റെ പേരിൽ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന കോൺഗ്രസ് നേതാവും അവരുടെ ബന്ധുക്കളും അർദ്ധരാത്രി ഫോണിൽ വിളിച്ച് വധഭീഷണി ഉൾപ്പെടെ മുഴക്കിയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കാൻ ശ്രീ രാജൻ ജോസഫ് തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. രാജൻ ചേട്ടാ, നമസ്കാരം. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ഓഡിയോ ക്ലിപ്പ് പ്രചരിക്കുന്നുണ്ട്. രാജൻ ചേട്ടനെ തട്ടിക്കളയുമെന്ന രീതിയിലൊക്കെയാണ്, വലിയ ഭീഷണിയും തെറിവിളിയാണ് അതിലുള്ളത്. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? ആരാണ് അതിന് പിന്നിൽ? അത് പിന്നെ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മയുടെ സഹോദരനുണ്ട് ശ്രീനാഥ് ഉണ്ണിത്താൻ. ഈ ശ്രീനാഥ് ഉണ്ണിത്താൻ ഇന്നലെ, അതായത് പിന്നെ 27 ജനുവരി 27 രാത്രി 10:59 എന്നെ വിളിക്കുന്നത്. 10:59 എന്നെ വിളിക്കുന്നത്. പിന്നെ യദുവിന്റെ സ്വഭാവം അറിയാലോ, ഞാൻ പൊതുവെ ഫോൺ റെക്കോർഡ് ചെയ്യാത്ത ഒരാളാണ്. റെക്കോർഡ് ചെയ്യാണെങ്കിൽ തന്നെ ആ ആളുടെ പെർമിഷനോട് കൂടിയിട്ട് റെക്കോർഡ് ചെയ്യാറുള്ളത്. ഞാൻ പലപ്പോഴും പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ സാഹിത്യ സാംസ്കാരിക ചലച്ചിത്ര രംഗത്തുള്ളവരാണെങ്കിലും ഞാൻ പറയുന്നത് എനിക്ക് പോയിന്റ്സ് നോട്ട് ചെയ്യാനാണ്. അപ്പൊ ഞാൻ റെക്കോർഡ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ആണ് ഞാനത് ചെയ്യാറുള്ളത്. എന്റെ ആവശ്യം കഴിഞ്ഞാൽ ഞാൻ ഡിലീറ്റ് ചെയ്യാറുണ്ട്. ഞാൻ പേജിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സ്വന്തമായി പ്ലേ ചെയ്ത് കേട്ടിട്ട്, കാരണം ഒരുപാട് ലെങ്ത്തുള്ള കൺവെർസേഷൻ ആണെങ്കിൽ നമ്മൾ ഓർമ്മയിൽ നിൽക്കില്ല. അപ്പൊ ഈ പോയിന്റ്സ് എടുക്കാൻ വേണ്ടിട്ട് പിന്നീട് പ്ലേ ചെയ്ത് കേൾക്കും. അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. അതിനറിയാലോ കൃത്യമായിട്ട്. അപ്പൊ എന്നോട് ഇപ്പൊ ഈ വിഷയങ്ങളൊക്കെ വന്നപ്പോ പല ഭീഷണികളും വന്നപ്പോ എന്നോട് പലരും പറഞ്ഞു ഫോണിൽ റെക്കോർഡിംഗ് ഓപ്ഷൻ വെക്കണം ഓട്ടോമാറ്റിക്, എന്നിട്ട് എൻഡ് ഓഫ് ദ ഡേ അത് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ, ആവശ്യമില്ലാത്തത് ആവശ്യമുള്ളത് സൂക്ഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കത് ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ബേസിക്കലി. അപ്പൊ പിന്നെ എന്റെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുള്ളതിനെ കുറിച്ച് ഞാൻ ബോധ ചെയ്യാറില്ല. ഇപ്പം യദുപ്പ് എന്നോട് ഫോണില് ഓക്കെ റെക്കോർഡ് ചെയ്തിട്ടാവും, കാരണം പിന്നെ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ചാനലിൽ കേൾപ്പിക്കാനാണ്. അതുകൊണ്ട് അതല്ലാതെ എന്നോട് ഞാൻ പൊതുവെ ചെയ്യാറില്ല. അപ്പൊ ഇവര് എനിക്ക് ഇന്നലെ രാത്രി 10:59 കോള് വന്നു. അപ്പൊ കോടതിയിൽ ശ്രീനാഥ് ഉണ്ണിത്താൻ വന്നു. എനിക്ക് ശ്രീനാഥ് ഉണ്ണിത്താൻ എനിക്കറിയില്ല. അപ്പം ഞാൻ കോൾ എടുത്തു. അപ്പൊ ഇന്നലെ എന്റെ അച്ഛന്റെ അച്ഛൻ മരിച്ചിട്ട് 19 വർഷം തികയുന്നു. അപ്പൊ ഇന്നലെ ഫേസ്ബുക്കിൽ അതിനെ കുറിച്ച് വൈകാരികമായിട്ട് പോസ്റ്റും കുറിച്ചൊക്കെ എഴുതിയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ഇന്നലെ മെന്റലി കുറച്ച് ഡൗൺ ആയ ദിവസമാണ്. അപ്പൊ എന്നോട് പറഞ്ഞു പിന്നെ ഫേസ്ബുക്ക് കണ്ടു, പോസ്റ്റൊക്കെ കണ്ടു. അപ്പൊ എന്നിട്ട് പറഞ്ഞു അമ്മയും സഹോദരിമാരും സുഖമായിട്ടിരിക്കുന്നില്ലെന്ന്. ഞാൻ പറഞ്ഞു അമ്മയും മരിച്ചു, അമ്മ 2013 മരിച്ചു, രണ്ടുപേരും നമ്മൾ നേരത്തെ പോയി എന്ന് പറഞ്ഞു. സഹോദരിമാര് അപ്പൊ ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്, അമ്മയും മകന്മാരെയൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞു. എനിക്ക് ആളെ ഒരു പ്രത്യേകം കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ അമ്മ പിന്നെ സഹോദരിമാര് കൂടെയാണ്. അപ്പൊ പറഞ്ഞില്ല അവരെ കല്യാണം കഴിഞ്ഞ് അവരവരെ വഴിക്കാണ്, ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഫ്ലാറ്റില് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എന്നോട് തെറി പറയാൻ തുടങ്ങി. അപ്പൊ മൊത്തത്തിൽ 10:59 വിളിച്ചിട്ട് 1 മിനിറ്റ് 31 സെക്കൻഡ് നീണ്ടുന്ന സംഭാഷണമാണ്. അതില് പിന്നെ ഏകദേശം 1 മിനിറ്റിനടുത്ത് 10:56 സെക്കൻഡ് ഞാൻ ഇങ്ങനെ കേട്ടുന്നു. പത്ത് തെറി ഇങ്ങനെ പറയുക. അപ്പോ ആലോചിച്ചു, ആ തെറി ഇങ്ങനെ കേട്ടപ്പോ ഞാൻ പിന്നെ പെട്ടെന്ന് ഞാൻ റെക്കോർഡിലേക്ക് ഇട്ടു. അവസാനത്തെ 35 സെക്കൻഡ് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചു. ശ്രീനാദേവിയുടെ സഹോദരനാണോ അദ്ദേഹം? സഹോദരനാണ് ശ്രീനാഥ് ഉണ്ണിത്താൻ. ഇവർക്ക് 2 സഹോദരന്മാരുണ്ട്. അതായത് ഇവരുടെ അമ്മയുടെ ആദ്യ വിവാഹത്തിൽ ഒരു സഹോദരനുണ്ട്. പിന്നെ അവരുമായിട്ട് ഒരു ഇത്തിരിയൊക്കെ അതിനെന്താണ് പേര് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പൊ കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരമ്മയും ഈ ആദ്യ ഭർത്താവിലുള്ള മകനൊക്കെ ആയിട്ട്. പിന്നെ ആദ്യ ഭർത്താവ് ആത്മഹത്യ ചെയ്തപ്പോഴാണ് രണ്ടാമത്തെ ആളെ ഇപ്പോഴത്തെ ആളെ കല്യാണം കഴിച്ചിരിക്കുന്നത്. മൂപ്പര് CRPF റിട്ടയർ ആയതാണ്. അതിൽ ശ്രീനാദേവിയും ഇന്നലെ എന്നെ വിളിച്ച ശ്രീനാഥും ഈ 2 മക്കളാണുള്ളത്. ശ്രീനാഥിന് പ്രത്യേകിച്ച് അങ്ങനെ വലിയ പണിയും കൂടിയൊന്നും ഇല്ല എന്നുള്ളതാണ് കിട്ടിയ വിവരം. പിന്നെ ഇവര് അയൽവക്കക്കാരുമായിട്ട് എന്താണ് ഈ ഇങ്ങനെ ഒരു തെറി വിളിക്കാനുള്ള കാരണം? അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിക്കുന്നത് കൊണ്ടുള്ള ഭീഷണിയാണോ, അതോ ശ്രീനാദേവിക്കെതിരെ അങ്ങ് എന്തെങ്കിലും പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടോ? ശ്രീനാദേവി അങ്ങുമായിട്ട് സംസാരിച്ചിരുന്നു? ശ്രീനാദേവി പിന്നെ ഈ ആങ്ങളെ സംസാരിക്കുന്നതിനിടെ കൂടി തെറി പറയുന്നതിനിടെ കൂടി ശ്രീനാദേവിയും പച്ചത്തറി തന്നെയാണ് പറയുന്നത്. ആ സ്ത്രീയുടെ ശബ്ദം എന്ന് പറയുന്നത് ശ്രീനാദേവിയുടെ ശബ്ദമാണ്. അതെ 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 അതെ. ആ വോയിസിനകത്തുള്ള സ്ത്രീയുടെ ശബ്ദം ശ്രീനാദേവിയുടെ ശബ്ദമാണ്. അത് ഞാൻ റീകൺഫേം ചെയ്തതാണ്.
പല ആളുകളെ അടുത്ത് റീകൺഫേം ചെയ്തതാണ്. അവരുടെ നെയ്ബേഴ്സ് മുഴുവൻ അവർക്ക് എഗെയിൻസ്റ്റ് ആണ് താമസിക്കുന്ന പ്രദേശത്ത്. അതിനിടയ്ക്ക് ഏറ്റുമാനൂർക്കാരൻ എബിൻ എന്ന് പറഞ്ഞ പ്രതികളോട് വന്ന് കുറച്ചു കാലം താമസിച്ചിരുന്നു, ലിവിംഗ് ടൂറാണെന്നൊക്കെ പറഞ്ഞ് താമസിക്കുന്നൊക്കെ പറയുന്നത്. അതൊക്കെ പിന്നെ നാട്ടുകാർ പിന്നെ ഇടപെട്ടൊക്കെ അവനെ തുറന്നു പോയി. അങ്ങനെ ഒരുപാട് പിന്നെ കേസും കൂട്ടവും കാര്യങ്ങളൊക്കെ പലരുമായിട്ടുള്ള വ്യവഹാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വ്യവഹാരം തലക്കി പിടിച്ചിരിക്കുകയാണ്. അപ്പം ഞാനിതിലേക്കൊന്നും അത്തരം കാര്യങ്ങളൊന്നും അവരെ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ഞാൻ അധികം പറഞ്ഞിരുന്നില്ല. അപ്പം പിന്നെ ഇവര് ഈ ഓടി നടന്ന് പ്രസാദിന്റെ ചേട്ടന്റെ ചാനലിൽ ഇവിടെയൊക്കെ പോയിട്ട് സംസാരിക്കുമ്പം ഞാൻ പിന്നെ ചോദിക്കുന്നൊരു ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവര് ഈ ആരൊക്കെ വിളിച്ചു എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ ഭ്രൂണഹത്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വന്നപ്പോൾ അതിനെ കുറിച്ച് പറയുന്നില്ല എന്നുള്ളതും ഇവര് വേറെ രീതി ചില ഉദ്ദേശങ്ങളോടുകൂടി വടക്കാക്കി പരിക്കാക്കി, അതായത് സത്യത്തിൽ ആത്യന്തികമായി ഇത് രാഹുലിന് ദോഷം ചെയ്യുന്ന ഒന്നാണ് ഇവരുടെ ഇടപെടൽ. അത് രാഹുലിന്റെ ടീമിൽപ്പെട്ടവർക്കിടയിൽ തന്നെ അഭിപ്രായം ഉണ്ട്. അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമ്പോ തന്നെ രാജേട്ടൻ പിന്നെ ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യുന്നു. പക്ഷെ മറ്റുള്ളവർ കൂടെ സഹായിക്കുന്നു എന്നുള്ള മട്ടിൽ ഞങ്ങൾക്ക് തലവേദനയാവുമെന്നുള്ളവരോട് പറഞ്ഞു. അതായത് ശ്രീനാദേവി രാഹുലിന് വേണ്ടി രംഗത്ത് വരികയും ഇതുപോലുള്ള പണികളൊക്കെ ചെയ്യുകയും ചെയ്യുന്നത് രാഹുലിന് തിരിച്ചടിയാകുമെന്നാണ് അങ്ങ് പറയുന്നത്. അത് രാഹുലിന്റെ കൂടെയുള്ളവർക്ക് അറിയാം. അത് രാഹുൽ പുറത്തിറങ്ങുമ്പോൾ രാഹുലിന്റെ അടുത്ത് അവരെ സംസാരിക്കും. ഓക്കെ, ഇതിപ്പോ അങ്ങേ അപായപ്പെടുത്തുമെന്നല്ല അതിൽ പറയുന്നത്. എവിടെയാണുള്ളത്, ഞങ്ങൾ അങ്ങോട്ട് വരാമടാ എന്നൊക്കെ ചോദിക്കുമ്പോ എന്റെ സ്വഭാവത്തിൽ വെച്ചിട്ട് ഞാൻ ലൊക്കേഷൻ അയച്ചു കൊടുക്കാനിരുന്നതാണ്. എന്നോട് പിന്നെ ബാക്കിയുള്ള സുഹൃത്തുക്കൾ എന്നെല്ലാം അപ്താനം സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു വീഡിയോ ചെയ്യരുത്, ഒന്നും ചെയ്യരുത്, പിന്നെ അവരെ വിളിക്കരുത്. ഞാൻ പറഞ്ഞില്ല, അവർക്ക് ലൊക്കേഷൻ അറിയാതെ ഞാൻ ലൊക്കേഷൻ അയക്കട്ടെ. അപ്പൊ എന്നോട് പറഞ്ഞു അതൊന്നും അങ്ങനൊന്നും ചൊറിയാൻ പോകണ്ട, അങ്ങനത്തെ ഇതിനൊന്നും പോകണ്ട, മൈൻഡ് ചെയ്യാതിരിക്കുക. ഞാൻ പറഞ്ഞാൽ ഞാൻ അവർക്ക് ചായയാണോ കാപ്പിയാണോ ഇഷ്ടം ചോദിക്കട്ടെ, ഞാൻ അതെങ്കിലും ചോദിക്കട്ടെ, ഒരു മര്യാദയില്ല, അവർ വരികയാണെന്ന് പറഞ്ഞില്ലേ, നല്ല ഇങ്ങോട്ട് വരികയാണെന്നാ പറഞ്ഞു. ഞാൻ വരാൻ പറഞ്ഞു, ഞാൻ അത് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു നിന്റെ അളിയനാക്കാൻ വേണ്ടി നടക്കുന്ന അവരുടെ ലവം വിചാരിച്ചൊരു പുല്ലും ചെയ്യില്ലാന്ന് ഞാൻ ആ ഓഡിയോയിൽ പറഞ്ഞു. ഇത് ഇങ്ങോട്ടേക്ക് വിളിച്ച ഫോണാണല്ലോ അല്ലെ? അല്ല, ശ്രീനാദേവി പറയുന്ന തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നുള്ളതല്ല, ഒരു സ്ത്രീ ഇങ്ങനെ തെറി പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇങ്ങനെ തെറി പറയണത് അത് ആലോചിച്ച് നോക്കൂ. സെക്കൻഡ് ടൈമാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് ഇരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി MLA ആണ്, സമൂഹത്തിന് മാതൃകയാവേണ്ടതാണ്. അവര് നമ്മളൊക്കെ സാധാരണ ഈ രാത്രിയിൽ വെള്ളടിച്ച് ചില ആൾക്കാർ എന്തെങ്കിലും തെറി പറയുന്നത് അവർ പകരം പറയൂല. ഇവർക്കും അതേപോലെ തന്നെ 10 മണി രാത്രി 10 മണി വരെയുള്ള ആരോടും തെറി പറയുന്നതായിട്ട് എന്റെ അറിവിൽ ശ്രദ്ധയിലും പറ്റിട്ടില്ല. ഈ 10 മണി കഴിയുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്താണെന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതും ആങ്ങളെയും പെങ്ങളും കൂടി ഒരു ഫോണിൽ അടുത്തടുത്തിരുന്ന് ഇങ്ങനത്തെ തെറി പറയാന്ന് പറഞ്ഞാൽ ഈ ആങ്ങളെയും പെങ്ങളും ഒക്കെ എന്ത് ഭാഷയാണ് വീട്ടിൽ സംസാരിക്കുക? എങ്ങനെയാണ് നമ്മളൊക്കെ ദേഷ്യം വന്നാൽ ചിലപ്പോ തെറി പറയില്ല, അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്ക് ഉപയോഗിക്കില്ല എന്നൊന്നും പറയുന്നില്ലേ? ഇതിപ്പോ ഈ ശ്രീനാദേവി കുഞ്ഞമ്മ അങ്ങേക്കെതിരെ ഒരു പരാതി കൊടുത്തിരുന്നില്ലേ പണ്ട്? കേട്ടില്ല. അങ്ങേക്കെതിരെ ഒരു പരാതി ശ്രീനാദേവി കുഞ്ഞമ്മ കൊടുത്തതായി മുമ്പ് വാർത്തകൾ വന്നിരുന്നു. അപ്പൊ നിയമപരമായിട്ട് അവര് നിങ്ങൾക്കെതിരെ നീങ്ങുന്നതിനിടയിലാണ് ഇതുപോലുള്ള ഒരു ഭീഷണിയും കായികമായി നേരിടുമെന്നുള്ള പരാമർശമൊക്കെ ഉണ്ടാവുന്നത് അല്ലെ? ആ ധനിയിലാണ് അവർ സംസാരിച്ചിട്ടുള്ളത്. കായികമായി നീങ്ങുന്നതാണ് നിന്നെ കാണാൻ വേണ്ട, പിന്നെ നീ എണ്ണിക്കോ ഇതേപ്പൊ ഞാൻ പിന്നെ എനിക്കിപ്പോ എണ്ണാൻ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട് ഇതില്. എനിക്കിപ്പോ ഞാനിനി ആദ്യം തൊട്ട് എന്തായാലും 1 തൊട്ട് 100 വരെയൊക്കെ നമ്മൾ സ്കൂളിൽ എണ്ണാൻ പഠിച്ചതാണ്. എണ്ണാനും കുടിക്കാനും ഹരിക്കാനും കിഴിക്കാനും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്, കൂട്ടാനും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇനിയിപ്പോ ഇവരൊക്കെ കണക്ക് പഠിക്കാനുള്ള ഉദ്ദേശിക്കുന്നൊന്നുമില്ല. ഇനിയിപ്പോ അതല്ല സാഹിത്യത്തിലെ കണക്ക് പറയാം, 1 ഇമ്മണി വലിയ 1 എന്നുള്ള ബഷീറിന്റെ ഇക്വേഷൻ നമുക്കറിയാം. അപ്പൊ പിന്നെ ശ്രീനാദേവി പറയാം നീ എണ്ണിക്കോ നീ എണ്ണ്. അത് പച്ച തെറി പറഞ്ഞിട്ടാണ് പിന്നെ ഇത് പറയുന്നത്. പക്ഷേ ഇങ്ങനെ തെറി പറയുന്ന ഇവരുടെ ഒരു സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസ് പോലെയുള്ള ഒരു പാർട്ടിക്ക്, ഗാന്ധിസത്തിന്റെ വഴിയെ പോകുന്ന ഒരു പാർട്ടിക്ക് എത്രത്തോളം ഗുണകരാണെന്നുള്ളത് അവരാണ് ആലോചിക്കേണ്ടത്. ഇവിടെ നമ്മൾ AKAന്റണി തെറി പറയുന്നത് കേട്ടിട്ടില്ല. കേരളത്തിലുള്ള കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാവ് VD സതീശൻ തെറി പറയുന്നത് കേട്ടിട്ടില്ല. സണ്ണി ജോസഫ് തെറി പറയുന്നത് കേട്ടിട്ടില്ല. KC വേണുഗോപാൽ തെറി പറയുന്നത് കേട്ടിട്ടില്ല. രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ തെറി പറയുന്നത് കേട്ടിട്ടില്ല. ഇവര് ഇങ്ങനെ പച്ച തെറി പറയുന്ന ഒരാളെ എന്ത് യോഗ്യതയുടെ പുറത്തേക്കാണ് കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്തത്. തെറി പറച്ചിൽ കൊണ്ടാണ് അവർ CPIക്ക് അനഭിമതയായത്. അല്ല, ഇങ്ങനെ ഒരു നീക്കം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുമ്പോ അപായപ്പെടുത്തുമോ എന്ന ഭയമുണ്ടോ രാജേന്ദ്രന്? ആകാശം തിരിഞ്ഞുകൊണ്ട് അതിന്റെ മേലേക്കൂടെ നടന്നു പോകാൻ ഇരിക്കുക. അല്ലെങ്കിൽ സുനാമി അടിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു, സുനാമി അടിക്കുകയാണെങ്കിൽ ആ സുനാമി വെള്ളത്തിൽ നീന്തി കുളിക്കാൻ ഒന്ന് കയറാമെന്ന് എഴുതിട്ട് നിൽക്കുന്ന രാജേട്ടൻ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ കുറച്ച് വീഡിയോകൾ ചെയ്യുന്നതായിട്ട് പലരും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ശ്രീനാദേവിയെ വ്യക്തിപരമായി കടന്നാക്രമിക്കുന്ന വിധത്തിലൊക്കെ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് എന്ന് ശ്രീനാദേവി തന്നെ പറഞ്ഞിട്ടുണ്ട്, പരാതിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശ്രീനാദേവിക്കെതിരായി ഇനി വീഡിയോ ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ അവർ ഈ ഭീഷണി മുഴക്കിയത്? ഇനി വീഡിയോ ചെയ്യാതിരിക്കുന്ന സാഹചര്യമുണ്ടോ? രാജേട്ടൻ ചെയ്യാതിരിക്കുന്ന സാഹചര്യമുണ്ടോ? പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലേക്ക് 2ാം തവണ വിജയിച്ച ശ്രീനാദേവി എന്നല്ല, ഏറെക്കാലം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു, ഇപ്പൊ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് 3ാം ടൈമിൽ നിൽക്കുന്ന ശ്രീ നരേന്ദ്രമോദി ആയാലും
കേരളത്തിൽ പിന്നെ പലതവണ MLA ആവുകയും 96 തൊട്ട് 98 വരെ മന്ത്രിയാവുകയും പിന്നെ ദീർഘകാലം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആവുകയും ഇപ്പൊ 2016 തൊട്ട് തുടർച്ചയായിട്ട് 10ാം വർഷത്തിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുകയും ചെയ്യുന്ന പിണറായി വിജയൻ എന്നുള്ളതല്ല. പ്രതിപക്ഷ നേതാവായിട്ട് 4-5 പ്രാവശ്യം പറവൂരിൽ നയിച്ചപ്പോ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന VD സതീശൻ എന്നുള്ളതല്ല. അവരെ വരെ തെറ്റ് കണ്ടാൽ വിമർശിക്കുന്നതിൽ യാതൊരു പിശുക്കും കാണിക്കാത്ത, യാതൊരു നാശങ്ങളും കാണിക്കാത്ത ഒരാൾ എന്ന രീതിയിൽ സീനാദേവി എനിക്ക് പിന്നെ വിമർശിക്കപ്പെടേണ്ടെന്ന കാര്യം ചെയ്താൽ വിമർശിക്കാതിരിക്കാനോ അതിനോട് മൗനം പാലിക്കാനോ ഉദ്ദേശിക്കുന്നില്ല. അതായത് മിണ്ടാണ്ടിരിക്കാനല്ല, അനീതികൾക്കെതിരെ തുറന്നും മിണ്ടിക്കൊണ്ടേയിരിക്കാൻ തന്നെയാണ് തീരുമാനം. അത് സീനാദേവി എന്നല്ല, X or Y ആരാണെന്നുണ്ടെങ്കിലും ഭീഷണികളുടെ മുമ്പിൽ ഇപ്പൊ പലതരത്തിലുള്ള വലിയ ബിസിനസ് പ്രമുഖരായിട്ട് ഇറാൻ ഗ്രൂപ്പിന്റെ അതേപോലെ തന്നെ TTIയുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ രാഹുലിന്റെ വിഷയത്തിലൊക്കെ ഞാൻ എടുത്തിട്ടുള്ള അഗ്രസീവായിട്ടുള്ള സ്റ്റാൻഡിന് എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരിത്തിരി പോലും വെള്ളം ചേർക്കാനോ അത് നേർപ്പിക്കാനോ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ തീരുമാനത്തിന്റെ ഇത്. അതിന് വിട്ടുവീഴ്ചയില്ല. അതെന്ത് പറ്റിയാലും അതിന്റെ മുമ്പിൽ ഇപ്പൊ 48 വയസ്സ് വരെ ജീവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 വർഷം ഭഗത് സിംഗുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് ബോണസ്. അല്ലെങ്കിൽ ഞാനൊരു ക്രിസ്ത്യാനി ക്രിസ്തു വിശ്വാസിയാണ്. അതുകൊണ്ട് ഇതിൽ എന്തെങ്കിലും നിയമപരമായിട്ട് എന്തെങ്കിലും പരാതി കൊടുക്കുകയോ നിയമപരമായി അവർക്കെതിരെ ഒരു പോരാട്ടം ആരംഭിക്കുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എല്ലാവരും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഞാൻ അതിനകത്തൊരു ഡിസിഷൻ എടുത്തിട്ടില്ല. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പൊ ആലോചിച്ചിട്ടില്ല അങ്ങനെ കാര്യത്തെക്കുറിച്ച്. അവർക്ക് പൊതുവെ ഈ വ്യവഹാരങ്ങളോട് ഭയങ്കര താല്പര്യമുള്ള ആളാണ്. അവർക്ക് ഒരുപാട് കേസുകളും കാര്യങ്ങളും ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പുൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കേസുകൾ നടക്കുന്നുണ്ട്, പല കേസുകളും നടക്കുന്നുണ്ട്. ചിലതൊക്കെ പിന്നെ ക്രാഷ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ എനിക്കങ്ങനെ അത്തരം കാര്യങ്ങളിൽ താല്പര്യമില്ലാത്ത, അങ്ങനെ ഒരു വ്യവഹാരത്തിന്റെ ഒരു പിന്നെ അതൊരു ഹാങ് ഓവറിൽ അങ്ങനെ നടക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാൾ എന്നുള്ള രീതിയിൽ ഞാൻ അതിനെക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടില്ല. നോക്കുക, രാജൻ ജോസഫ് എന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകരാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്. രാജൻ ജോസഫുമായി ആശയപരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലൊക്കെ കടുത്ത എതിർപ്പുള്ള ഒരാളാണ് ഞാൻ. ആ എതിർപ്പ് ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ അഭിപ്രായങ്ങൾ പറയുന്നതിൻ്റെ പേരിൽ ആളെ വീട്ടിൽ കയറി തല്ലും, അടിക്കും, കൊല്ലും എന്നൊക്കെ പറയുന്നത് ഒരു പൊതുപ്രവർത്തകയ്ക്ക് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് എത്രത്തോളം ഭൂഷണമാണ് എന്നുള്ളത് അവർ ചിന്തിക്കട്ടെ, ജനങ്ങൾ ചിന്തിക്കട്ടെ, ജനങ്ങൾ തീരുമാനിക്കട്ടെ. എന്തായാലും എനിക്ക് പറയാനുള്ളത്, നിയമപരമായി രാജൻ ജോസഫിനെതിരെ പരാതി കൊടുത്തിട്ടുള്ള ആളാണ് ശ്രീമതി ശ്രീനാദേവി കുഞ്ഞമ്മ. അവർക്ക് രാജൻ ജോസഫിനെതിരായി അഭിപ്രായം പറയാനുള്ള സകല സ്വാതന്ത്ര്യവുമുണ്ട്. അവരത് പറയുകയും ചെയ്യട്ടെ. പക്ഷേ ഒരാളെ കായികമായി വീട്ടിൽ കയറി തല്ലും, കൊല്ലും എന്നൊക്കെ പറയുന്നത് ഒരു കോൺഗ്രസ് നേതാവിന്, ജനപ്രതിനിധിക്ക് ഭൂഷണമാണോ എന്നുള്ളത് അവർ ഒരിക്കൽ കൂടി ചിന്തിക്കേണ്ടതുണ്ട്.